എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടണേ, എന്നിട്ട് വേണം നമ്മുടെ വെക്കേഷൻ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് അല്ലേ? അപ്പം ഇത്തവണത്തെ വെക്കേഷൻ ഒന്നും നോക്കാനില്ല, ഫുള്ള് തകർത്തിരിക്കും, ഫുള്ള് സെറ്റാക്കി അടിച്ച് പൊളിച്ചിരിക്കും എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അല്ലേ? അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് നമ്മുടെ വെക്കേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെ വെക്കേഷൻ ഇപ്പം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളിപ്പോൾ ബസ്സിന് റിപ്ലൈ തരുന്നുണ്ടാവുക? എല്ലാവരും അങ്ങ് അടിച്ചു പൊളിച്ച് തകർക്കുകയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. രാവിലെ എണീക്കുന്നു, മെജോറിറ്റിയാണ് കേട്ടോ മിസ് പറയുന്നത്. ഓക്കെ, രാവിലെ എണീക്കുന്നു, രാവിലെ എണീറ്റ ശേഷം ഫുഡ് കഴിക്കുന്നു, ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഗെയിമുകൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കുന്നു, രാത്രിയാകുമ്പോൾ വീണ്ടും കിടന്നുറങ്ങുന്നു, രാവിലെ വീണ്ടും എണീക്കുന്നു, ഇതേപോലെ ഫോണിൽ ഗെയിം കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അല്ല, ഇങ്ങനെയല്ലേ ഇപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഇതേപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ? വലിയ പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ ഓരോരോ ദിവസങ്ങളായിട്ട് അങ്ങനെ പോകുന്നു മിസ്, അങ്ങനെയൊക്കെ ആയിരിക്കും പലരുടെയും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു സീനൊന്ന് മാറ്റി പിടിക്കണ്ടേ? നമ്മൾ വെക്കേഷൻ നല്ലോണം എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അല്ലേ? വെക്കേഷൻ നല്ല അടിച്ചു പൊളിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ വെക്കേഷൻ നല്ല സൂപ്പറായിട്ട് തന്നെ തകർക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഒക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താ ഇപ്പം ചെയ്യുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഫോണിലും കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്, അല്ലെ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്, കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ അങ്ങനെ ആ ഒരു സംഭവം, ആ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള സംഭവം നമ്മളിത് ഇപ്പതേ മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കുട്ടി ഐഡിയാസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനായിട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കുട്ടി ഐഡിയാസ് മിസ് പറഞ്ഞുതരാം. മിസ്സിനെ കൊണ്ട് പറ്റാവുന്ന അല്ലേ, മിസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുട്ടി ഐഡിയാസ് മിസ് പറഞ്ഞുതരാം. ഇത് കൂടാതെ മിസ് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയ്യോ മിസ് ഇതും കൂടെ ആഡാക്കിക്കോ അത് നല്ലതായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്താ ചെയ്യുക, കുഞ്ഞു ട്രിപ്പുകളൊക്കെ പോകാം. ഈ ഒരു സമ്മർ വെക്കേഷനിൽ നമ്മുടെ ഫാമിലിയുടെ ഒപ്പമൊക്കെ നിങ്ങൾക്ക് ട്രിപ്പ് പോകാനായിട്ട് പറ്റിയ ടൈമാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാമുകളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് പഠിക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുഞ്ഞു ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മിസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ വലിയ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോകണം എന്നല്ല മിസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള നല്ല സ്ഥലങ്ങളുണ്ടായിരിക്കും, അവിടേക്കൊന്നും ചിലപ്പോൾ നമ്മൾ അധികം എപ്പോഴും പോകാറുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ അല്ലെ, നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പം എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞു ട്രിപ്പുകളൊക്കെ പോകാം. ഓക്കെ, അച്ഛനെയും അമ്മയും നിങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞു ട്രിപ്പുകളൊക്കെ പോവുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്ക് ഈ ഒരു വെക്കേഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ DIY പ്രോജക്റ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് DIY എന്ന് വെച്ചാൽ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു പുതിയൊരു സ്കില്ല് ഈ ഒരു വെക്കേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പുതിയ സ്കില്ല് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ മിസ് ഇപ്പോൾ കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മുടെ കൊറോണ ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടൊക്കെ അല്ലേ? നമുക്ക് നല്ല ഇഷ്ടമാണ്. എവിടെ ഒരു കുപ്പി ഉണ്ടാലും വെറുതെ വിടൂല അല്ലേ? ആ കുപ്പികളൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മിസ് ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുക. അതായത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെങ്കിലും നമ്മുടെ എളുപ്പമുള്ള എന്തെങ്കിലും സയൻസ് എക്സ്പെരിമെൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ട് മിസ് സയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഭയങ്കര ഘോര കടുകട്ടി സാധനങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ലാസ്റ്റ് വീട് മൊത്തം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന നിങ്ങൾക്ക് നല്ല രസമുള്ള നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന കുറച്ച് സയൻസ് എക്സ്പെരിമെൻറ്റുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, പാരൻസിൻ്റെ സപ്പോർട്ടോട് കൂടെ തന്നെ ചെയ്യാം. ഓക്കെ, സ്വന്തമായിട്ട് ഒരു സംഭവം അല്ലേ, ഞാനൊരു സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ സയൻസ് എക്സ്പെരിമെൻറ്റ്സ് അതും എടുത്തിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ലാസ്റ്റ് വീട് മൊത്തം പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ലാസ്റ്റ് പറയരുത് ATR മിസ് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്, സയൻസ് എക്സ്പെരിമെൻറ്റ് വീട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പറയരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കുക. അതായത് നമുക്കതൊക്കെ പഠിക്കാനും നല്ല രസകരമായിട്ട് നോക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, പഠിച്ചെടുക്കാനൊക്കെ സിമ്പിളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഗെയിംസുകളൊക്കെ ചെയ്യാം.
ഓക്കെ, എന്തെങ്കിലും ഗെയിമുകളൊക്കെ കളിക്കുക. ഇപ്പോൾ നമ്മുടെ കസിൻസിനൊക്കെ ആയിട്ടൊക്കെ കൂടി ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാർഡ്സ് കളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊക്കെ കൂടി ചേർന്നിട്ട് കാർഡ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കല്ലോ, നിങ്ങളുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോറി എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഗാർഡനിങ് ഒക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അല്ലേ, നിങ്ങൾക്ക് ഏതാണോ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യുക, അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങൾ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടൊക്കെ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കലാകാരന്മാരും അല്ലേ എല്ലാവരും എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബുക്ക് വായിക്കാൻ, അല്ലേ, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, അയ്യോ മിസ് ബുക്ക് വായിക്കാൻ സമയമില്ല, തീരെ സമയമില്ല, അല്ലേ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ബുക്ക് വായിക്കാൻ സമയമില്ല എന്ന് പറയരുത്, ഈ ഒരു സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ കുറേ ബുക്കുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും, അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ല നല്ല ബുക്കുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അല്ല ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നമുക്ക് ആ വായന നല്ലതാണ്. നമ്മുടെ ലൈഫിലായാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല അറിവ് നേടാനും നമ്മുടെ പല പല കാഴ്ചപ്പാടുകൾ മാറാനും ഒക്കെ ഇത്തരം വായന നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പം നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സമയം നമുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെങ്കിലും നമ്മുടെ ലോക്കലിൽ തന്നെ പല പല ചാരിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ക്ലബ്ബുകൾ തന്നെ നടത്തുന്ന പല പല ചാരിറ്റി പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവും, അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക, വോളണ്ടിയർ ആയിട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ലോക്കൽ കമ്മ്യൂണിറ്റീസിലൊക്കെ പല പല ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ, അല്ലേ, നമ്മുടെ കുറേ കുറേ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരിലൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെയൊക്കെ ചേർന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെ അങ്ങ് അത് ആക്ച്വലി നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പല പല മൂല്യങ്ങൾ കിട്ടാനും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പല പല സ്കില്ലുകൾ നമ്മൾ പഠിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വോളണ്ടിയർ ആയിട്ടൊക്കെ പോവാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഇപ്പം നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ പുറത്തേക്കൊക്കെ പോയി, അല്ലേ, ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഈവനിങ് ടൈം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ പോയി അവിടെ ഇതേപോലെ കുറച്ച് സമയമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും, അല്ലേ. നമുക്ക് അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മയൊക്കെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ എടുത്ത്, അല്ലേ, ഒരു ദിവസം എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട്, അല്ലേ, നമുക്കൊരു ബോറടിക്കൂലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പിക്നിക്കൊക്കെ ആയിട്ടൊക്കെ പോവുക, അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എന്തെങ്കിലും വർക്ക്ഷോപ്പുകളൊക്കെ, ഓക്കെ, വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ സമ്മർ ക്യാമ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ടൈമിൽ നടക്കുന്നതായിരിക്കും ഈ ഒരു സമ്മർ ക്യാമ്പ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകളൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ കുറേ സമ്മർ ക്യാമ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതിലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അതെല്ലാം വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാം, ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ മിസ് വെറുതെ വർത്താനം പറഞ്ഞ് വയ്യാണ്ട എപ്പോഴും കാണുന്ന മുഖമല്ലേ, അതിലിപ്പോൾ എന്തിപ്പോൾ വർത്താനം പറയാനുള്ളത്, എങ്ങനെ പോകുന്നു, അല്ലേ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല മിസ്സേ, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഐഡിയകളുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് നമുക്കൊരു മൂവി നൈറ്റ് ഉണ്ടാക്കാം, അല്ലേ. അതായത് ഒരു മൂവി നൈറ്റ് നമുക്ക് ഒരു ദിവസം രാത്രി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് നല്ല ഇതേപോലെ നമുക്ക് എന്തെങ്കിലും കൊറിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരുടെ കൂടെ ചേർന്ന് നമുക്കൊരു മൂവി നൈറ്റൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ടി വിയിൽ തന്നെ ഏതെങ്കിലും ഒരു മൂവി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരും കൂടെ ചേർന്നിരിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാവരും കൂടെ എന്തെങ്കിലും ഗെയിംസുകളൊക്കെ കളിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരു ഡ്രൈവിനൊക്കെ പോവാം, നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ നമുക്കൊരു ഡ്രൈവ് ആയിട്ട് പോവാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇതേപോലെ, അല്ലേ, എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക ബാർബിക്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് കുക്ക് ചെയ്തൊക്കെ കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ അതിലൊരു രസമില്ലല്ലോ, അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ, നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ
ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. പിന്നെ അത് കൂടാതെ തന്നെ എപ്പോഴും ഈ ഓട്ടവും ചോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമുക്ക് തന്നെ എന്താ പറയുക, വെക്കേഷൻ ഞാനൊന്നും റിലാക്സ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം റിലാക്സ് ചെയ്യുക, നല്ല റിഫ്രഷ് ആകുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു റീചാർജിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നമുക്കിനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അടുത്തൊരു അധ്യയന വർഷം നമ്മൾ അടിച്ച് പൊളിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡൊക്കെ നല്ലോണം റിലാക്സ് ആവണം, നല്ലോണം നമുക്ക് തന്നെ ഒരു റിഫ്രഷ് ആയി എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ അടുത്ത അധ്യയന വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, ഇതെല്ലാം എൻ്റെ കുട്ടികൾ ഓക്കെ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മിസ്സുമാർ നമ്മളിപ്പോൾ നമ്മുടെ എക്സാമിനർ എപ്പോഴും മക്കളെ പഠിക്കേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു തരും. കാരണം ജസ്റ്റ് എന്താ പറയുക, ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ടീച്ചേഴ്സ് അല്ല നമ്മൾ. ഓക്കെ, അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ കളിച്ച് പഠിക്കണം, അല്ലേ? എന്താ പറയുക, നല്ലോണം എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം വേണ്ട സമയത്ത് അതൊക്കെ വേണം എന്ന് പറയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സമയം വെക്കേഷൻ ടൈം എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുക. ഇനി ക്ലാസ്സസ് ഒക്കെ തുടങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയമാണ്, നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടിന് നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഒരു ടെൻഷൻ? അപ്പോൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, ഓരോ ദിവസം ഏതൊക്കെ ക്ലാസ്സസ് ആണ് കാണേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ അവധി ദിവസങ്ങളിലേക്കായിട്ട് മാറ്റാം. ഓക്കെ, അവധി ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവധി ദിവസങ്ങളിലേക്കായിട്ടൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. ഇത് ഇപ്പോൾ മിസ് ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഓർത്തെടുത്ത കാര്യങ്ങൾ മിസ് പറഞ്ഞിരുന്നതാണ്. ഇനി ഇത് കൂടാതെ എന്തെങ്കിലും മിസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സ്റ്റുഡൻസിനും ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക, അടിപൊളിയായിട്ട് ഈ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുക. ഓക്കെ, വെറുതെ ഫോണിൽ കളിച്ചിരിക്കാതെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സമയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സമയമൊക്കെ ഇപ്പോഴേ കിട്ടുകയുള്ളൂ. ഇപ്പം നല്ല വെക്കേഷൻ എന്നുള്ള ഈ ഒരു സമയമൊക്കെ ഇപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ സമയം വളരെയധികം വാല്യുബിൾ ആണ്. സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ.